മാനസിക രോഗത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വിഷാദ രോഗം. വിഷാദ ഭാവം നമുക്ക് ജീവിതത്തിൽ ചില അവസരങ്ങൾ അനുഭവപ്പെടാം. എന്നാൽ വിഷാദ രോഗം ആകണമെങ്കിൽ അതിന് ചില ലക്ഷണങ്ങൾ വേണം. ഒന്ന്, താല്പര്യക്കുറവ്, ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ, നിർജീവമായിട്ടുള്ള അവസ്ഥ, ഏകാഗ്രത കുറവ്, സന്തോഷമുള്ള കാര്യങ്ങൾ സന്തോഷിക്കാൻ പറ്റായിക വരിക, വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു മടുപ്പ്, ഒന്നിനോടും ഒരു പ്രത്യേകം ഊർജം ഇല്ലാത്ത അവസ്ഥ, ശാരീരികമായിട്ടുള്ള പേശിവേദനകൾ, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ ജീവിതത്തോടെ തന്നെ ഒരു താല്പര്യക്കുറവ്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, മരിക്കലാണല്ലോ ഇതിൽ ഉത്തമം എന്നുള്ള ഒരു അവസ്ഥാവിശേഷം. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വിഷാദ രോഗമായി ഗണിക്കാം. വിഷാദ രോഗം വന്നാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്നത് വിഷാദം കൊണ്ടാണ്. ഈ അവസ്ഥയിലുള്ള രോഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലവത്തായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ രോഗങ്ങൾ തടയിടാനും ഇത് പുരോഗമിക്കുന്നത് തടയാനും നമുക്ക് സാധിക്കുന്നതാണ്.